മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ നമ്മുടെ പാട്ട് കേൾക്കണം. ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പാടുവോ? വേണ്ട രണ്ടുപേര് പാട്ട്. ഹലോ, അപ്പോൾ എൻ്റെ പേര് സുലു. ഞാൻ ഇന്നുള്ളത് റെഡ് മൂൺ ബീച്ചിലാണ്, കാസർഗോഡ്. എൻ്റെ കയ്യിൽ കുറേ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കൂടാം. വാ. ഹലോ, കാസർഗോഡിൽ 2 ചുള്ളന്മാരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പേരെന്താ? തൈസിയർ. എവിടുന്ന് വരുന്നു? പെരുമ്പള. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവുന്നില്ല, എന്തുകൊണ്ട്? കണക്കൂട്ടലായോണ്ട്. എന്തോ കണക്കൂട്ടലായോണ്ട്. അല്ല, അടുത്ത് വന്നു പറട്ടെ. കണക്കൂട്ടുകൾ കണക്കിൽ ഫുൾ എന്താണ്? കണക്കില് ഫുള്ള് അറിയോ? മൊഞ്ച് മാത്രമേ ഉള്ളോ? പാട്ട് പാടുമെന്ന് അറിഞ്ഞു. പാടുവോ? അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ട് പാടുന്നതാണ്. പേരെന്തായിരുന്നു? മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. താങ്ക് യു, അടിപൊളിയായിട്ടുണ്ട്. അപ്പം പാട്ട് പാടിയതുകൊണ്ട് നമ്മളൊരു പ്രോത്സാഹന സമ്മാനം തരാണ്. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഗോൾഡൻ ബേക്കറിയാണ്, മേൽപ്പറമ്പുള്ള, കാസർഗോഡ്. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം. അടിപൊളിയല്ലേ? ഓക്കെ, താങ്ക് യു. ഹലോ, പേരെന്താ? എവിടുന്നായിരുന്നു? രണ്ടുപേരും അവരെ ഫ്രണ്ടായിട്ട് ചില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ് ബീച്ചിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഏത്? ആദ്യം പോകാൻ പറഞ്ഞിട്ട് ഗോവ. ശരി, എത്രയാണ്? അപ്പോൾ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് BV's റൈസ് ആണ്. BV's റൈസ് കൊടുക്കുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. താങ്ക് യു. ഒന്നേ ഉള്ളൂ. പേരെന്താ? സജിന. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി? കുസൃതി ചോദ്യാണേ. ചെരുപ്പകത്തിലിട്ടല്ലോ. മനസ്സിലായി. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഒരു എളുപ്പ വഴി. പെട്ടെന്ന് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പൊക്കമുള്ളതായിട്ട് തോന്നും, പൊക്കം ഇല്ലാത്തവർക്കൊക്കെ. എന്തൊന്ന് വഴി നമുക്ക് മനസ്സിലാവുന്നു. അറിയോ? പാട്ട് പാടാനറിയോ? കുമ്മ രണ്ടുപേര് പാട്ട് പാടുന്നായിരിക്കും. പാടോ? ആരാ പാടുന്നേ? ഉമ്മയുടെ പാട്ട് കേൾക്കണം. ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പാടോ? വേണ്ട രണ്ടുപേര് പാട്ട്. നാവിന്റെ തുമ്പത്തിരിപ്പുണ്ട്. ഒന്നുകൂടി നിർബന്ധിച്ചാ പാടുന്നതായിരിക്കും. ഹലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വേണ്ട, അങ്കിള് വേണ്ട. ഒരു കുസൃതി ചോദ്യമാണ്. പേരെന്താ? വിനോദ്. എവിടുന്നായിരുന്നു? ഞാനിവിടെ നീലേശ്വരത്ത്. ചോദിക്കട്ടെ. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി എന്ത്? ജമ്പ് ചെയ്താൽ മതി. അല്ല, ഒന്നൂടെ കുസൃതി ചോദ്യ. പെട്ടെന്ന് പൊക്കം തോന്നാനുള്ള എളുപ്പ വഴി? പൊക്കം തോന്നാനുള്ള പെട്ടെന്ന് നമുക്ക് പൊക്കം വന്നായിട്ട് തോന്നും. എങ്ങനെ? അറിയില്ല. പാട്ട് പാടാൻ അറിയോ? താങ്ക് യു. ഹലോ, പേരെന്താ? ഷാഹിദ്. സമീർ. എവിടുന്നായിരുന്നു? ഞാൻ പരപ്പകലഞ്ചിറ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കുസൃതി ചോദ്യമാണ്. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും, എന്താണ്? വല. എന്റെ പോലെ ഞാനിത് പാടാന്ന് വെച്ച് ചോദിച്ചതാണ്. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വെക്കും, സൂക്ഷിച്ചു. അതെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്
സ്പോൺസർ ചെയ്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഒരു ഗിഫ്റ്റും ഉണ്ട്, ഒരു ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. അവർ 6th ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് 1 പവൻ്റെ സ്വർണ്ണം വാങ്ങുകയാണെങ്കിൽ 500 രൂപയുടെ ഗിഫ്റ്റ് ഓഫർ ഉണ്ട്. ഓക്കെ, കല്യാണമൊക്കെ ആയോ നിങ്ങളുടെ? കഴിഞ്ഞു. അപ്പോൾ കല്യാണം നമുക്ക് വരണം. ഓക്കെ, ഏതെങ്കിലും കല്യാണം വരുവാണെങ്കിൽ അവരെ കൂട്ടിയിട്ട് ആൻറ്റി ഗോൾഡിൽ തന്നെ പോകണം. ആവൂലോ, ഉറപ്പല്ലേ? വാക്കല്ലേ? കല്യാണം നമുക്ക് തന്നിരിക്കുകയാണ് ഗൈസ്. എന്നാ നമുക്ക് പാട്ട് പാടുന്നറിയോ? അറിയോ? നിങ്ങൾ പാടുവോ? നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാണ്. വാങ്ങിക്കോ. താങ്ക് യു. ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പേരെന്താ? ഷിബിന. എവിടെ നിന്ന് വരുന്നു? നമ്മൾ മഞ്ചേശ്വരം. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഗൂഗിളിനെ പട്ടി അടിച്ചാൽ എന്ത് സംഭവിക്കും? സമ്മാനമുണ്ട്. സമ്മാനം പറഞ്ഞോ. ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? അറിയോ? കുസൃതി ചോദ്യമാണ്. അറിയോ? ഇല്ല. താങ്ക് യു. പേരെന്താ? ശിവാദി. എവിടെ നിന്നായിരുന്നു? ദേളികുന്നുപാറ. ഞാനവിടെ ദേളികുന്നുപാറ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കാൽ ചെവിയിൽ വെച്ച് നടക്കുന്നതാര്? കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നതാര്? അറിയില്ല. അറിയോ? ഇല്ല. എന്നാലോ ഇല്ല, അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വാ, അടുത്തോട്ട് വരുമോ? കൈസ, അപ്പം നമുക്ക് 4 മൊഞ്ചന്മാരെ കിട്ടിയിട്ടുണ്ട്. കാസർഗോഡുള്ള ലുക്കൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നിന്നോ? ചോദിക്കട്ടെ, ആരും ആഗ്രഹിക്കാത്ത പണം? ആരോപണം. യെസ്, കറക്റ്റ് ആൻസർ. പേര് ചോദിക്കാൻ പുറത്തായി. പേരെന്താ? സുഹൈൽ. ഖലീൽ. സൽമാൻ. അപ്പോൾ ഇവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് മൈക്കെയർ ആണ്, കൊതുകുതിരിയാണ്. ആ, ചിരിക്കാൻ പാടില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. വീട്ടിൽ കൊതുകൊക്കെ ഉണ്ടോ? ഇല്ലേ? ആ, രാത്രി ഇതും കൊണ്ട് പോയാൽ മതി. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേന്, വായി നോക്കാൻ ഇറങ്ങുമ്പോൾ രാത്രി കൊതുക് ഇല്ല. അപ്പോൾ ഇവർ ഡീസൻറ്റ് കുട്ടികളാണ്. എന്നാലും ഇതൊക്കെ യൂസ് ചെയ്തോ. ഓക്കെ, താങ്ക് യു. അടിപൊളി കോസ്റ്റ്യൂം ഒക്കെയാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ എറണാകുളത്തു നിന്ന് വന്നപ്പോൾ വിചാരിച്ചില്ല കാസർഗോഡ് ആൾക്കാർ ഇത്ര അടിപൊളിയാണെന്ന്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, അവരോടൊക്കെ സംസാരിച്ച് അടിപൊളിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.